മതിയായ ഡോക്ടർമാരില്ലാതെ ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. പല വിഭാഗങ്ങളിലും ഡോക്ടർമാരുടെ സേവനമില്ല. ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. 500ഓളം രോഗികൾ ദിവസേന എത്തുന്ന ഹൈറേഞ്ചിലെ പ്രധാന താലൂക്ക് ആശുപത്രിയാണ് നെടുങ്കണ്ടം സർക്കാർ ആശുപത്രി. 23 ഡോക്ടർമാർ ആവശ്യമായ ആശുപത്രിയിൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ഡോക്ടർമാരാണുള്ളത്. പ്രസവ അവധിയിലുള്ള ഡോക്ടർമാർക്ക് പോലും പകരക്കാരെ നിയമിച്ചിട്ടില്ല. വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒഴിവേറെ. മാസം ശരാശരി 35 മുതൽ 50 വരെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ശിശുരോഗ വിഭാഗത്തിൽ ഒരു ഡോക്ടർ പോലുമില്ല. ദിവസങ്ങളായിട്ട് ഡോക്ടർമാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ഡോക്ടർ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പീഡിയാട്രിക്കിലെ ഡോക്ടേഴ്സ് നമുക്കിവിടെ ഇല്ല. ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിന്ന് രോഗികളുമായി എത്തുമ്പോഴാണ് പലരും ഡോക്ടർമാരുടെ സേവനമില്ലെന്നറിയുന്നത്. ത്വക്ക് രോഗ വിദഗ്ധൻ, അസിസ്റ്റന്റ് സർജൻമാർ, ഡെന്റൽ വിഭാഗത്തിലെ വിദഗ്ധർ എന്നിങ്ങനെ ഒഴിവുകൾ നിരവധിയാണ്. നേഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. 2022 പൂർത്തിയാക്കേണ്ട കെട്ടിട നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. 149 കോടി രൂപയാണ് ജില്ലാ ആശുപത്രി പദവിക്ക് അനുവദിച്ചത്. എന്നാൽ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തിയാകാൻ കാലതാമസം ഇനിയുമേറെയാണ്. ആശുപത്രിയുടെ പുതിയ മന്ദിരം പണിയുമ്പോൾ തന്നെ അതിൻ്റെ പണികൾക്കുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പണികൾ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ച ഒരാൾ അല്ലെങ്കിൽ മരണപ്പെട്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഒരവസരമില്ലാത്ത ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലായിട്ട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി അകപ്പെടുത്തിയിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തോടനുബന്ധിച്ച് താൽക്കാലികമായി നിർത്തലാക്കിയ ICUവിന്റെ പ്രവർത്തനവും പുനരാരംഭിച്ചിട്ടില്ല. മോർച്ചറിയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഡയാലിസിസ് യൂണിറ്റിൽ ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. നെടുങ്കണ്ടത്തിന് സമീപത്തെ മറ്റു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. പരിഹാരം അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.